അവിടെയൊക്കെ നമ്മളെല്ലാവരും മൂന്നാർ പോയിട്ടുള്ളവരായിരിക്കും അല്ലേ? പക്ഷെ എന്നാ പോകുന്ന വഴി ഈ പല മിക്കവരും കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇന്ന് നമ്മൾ മൂന്നാറിലോട്ടല്ല, കൊളുക്കുമലയിലോട്ടാണ് പോകാൻ പോകുന്നത്. അപ്പം നമ്മളുടെ ഇന്നത്തെ ജേർണി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. വെൽക്കം എവരിവൺ ടു ക്ലൂലെസ് ട്രയൽസ്. സോ ഹിയർ അവർ ജേർണി ബിഗിൻസ്. കേരളത്തിന്റെ ഒരു സെന്ററിന് നമുക്ക് കൊച്ചിയെ പറയാൻ പറ്റുമല്ലേ? അപ്പൊ ഒരു 120 കിലോമീറ്റർ കൊച്ചിയിൽ നിന്ന് വണ്ടി ഓടിച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺറൈസും സൺസെറ്റും കാണാൻ പറ്റും. അപ്പൊ വേറെ കൊളുക്കുമലയിൽ തന്നെ. അപ്പൊ നമ്മൾ ഇന്ന് അങ്ങോട്ടാ പോകാൻ പോകുന്നത് കേട്ടോ. റോഡിന്റെ ഇവിടുത്തെ മൂന്നാർ റോഡ് പണി നടക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ബ്ലോക്ക് ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് നമ്മള് രാവിലെ 5 മണിക്ക് ഇറങ്ങിയതാണ്. പക്ഷെ ഇതുവരെ നമ്മൾ എത്തിയിട്ടില്ല. എനിക്ക് തോന്നുന്നു 10 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും എത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലും നോക്കാം, കാരണം അത്യാവശ്യം തിരക്കുണ്ട്, ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തെങ്കിലും നോക്കാം. നമ്മളിപ്പോ സൂര്യനെല്ലിയിലാട്ടോ ഉള്ളത്. പക്ഷേ നമ്മൾ വന്ന പാടെ ഒരു അടിപൊളി പണി കിട്ടി. മൊട്ട മഴയായിരുന്നു, ഒരു രക്ഷയില്ല, നനഞ്ഞു കുളിച്ചൊരു പരിവായി. പക്ഷെ എന്നാൽ പോലും നല്ല അടിപൊളി വിഷ്വൽസൊക്കെ നമ്മളിങ്ങനെ എടുത്തിട്ടുണ്ട്. ഇപ്പം 4 മണി കഴിഞ്ഞു, 4:30 ആവുന്നു. അപ്പോൾ ഇവിടുന്ന് ട്രക്കിങ്ങിന് പോകാനുള്ള ആ ഒരു പ്ലാനിലൊക്കെയാണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം. നമ്മളിവിടെ ഇന്ന് എത്തിയിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാം പേജായിട്ടുള്ള ട്രിപ്പ് ഈസി വഴിയാണ്. ആൻഡ് മൂന്നാർ ഐവ എന്ന് പറഞ്ഞിട്ടുള്ള റിസോർട്ടിലാണ് നമുക്കിന്ന് സ്റ്റേ ഉള്ളത്. സൂര്യനെല്ലിയിലാണ്. ആൻഡ് ഇവിടെ ടെൻറ്റ് സ്റ്റേ ആണ്. ഇപ്പോൾ നമ്മൾ കപ്പിൾസായിട്ടാണ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ബാച്ചുലേഴ്സായിട്ട് വരുന്നതാണെങ്കിലും ഫാമിലി ആയിട്ട് വരുന്നതാണെങ്കിലും സെപ്പറേറ്റ് സ്റ്റേ ആണ് നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ ഒക്കെ തന്നെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ആൻഡ് പെർ ഹെഡ് 1800 ആണ് വരുന്നത്. ആക്ച്വലി നമ്മുടെ സ്റ്റേ എന്ന് പറയുന്നത് കുറച്ചും കൂടി മുകളിലായിട്ടാട്ടോ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്ന ഒരു വ്യൂവിലുള്ള ആ ഒരു വഴിയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നെ. ഇതിൻ്റെയൊക്കെ ഇടയ്ക്കുള്ള ഒരു സ്റ്റേ എന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ട്. മഴ പെയ്തിട്ട് നമുക്കങ്ങനെ വലിയ ഡിസ്കംഫർട്ടൊന്നും വന്നിട്ടില്ല. സൂപ്പറാണ് ക്ലൈമറ്റ് ആണെങ്കിലും, അടിപൊളിയാണ്. സോ ഇതാണ് നമ്മുടെ ടെൻറ്റ് ക്യാമ്പിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ താമസിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനടുത്തായിട്ട് അവരൊരു അടിപൊളി വ്യൂ പോയിന്റ് നമുക്ക് കിട്ടാവുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. വൺ ഓഫ് ദ അടിപൊളി വ്യൂ പോയിന്റ് തന്നെയാണ്. കാരണം മഴ പെയ്ത് കഴിഞ്ഞപ്പം മഞ്ഞൊക്കെ ഇറങ്ങിയിട്ട് ഇവിടെ സൂപ്പറായിരുന്നു. ഇതാണ് നമ്മുടെ സൂര്യനെല്ലിയിലെ വൺ ഓഫ് ദ നല്ലൊരു വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ നമ്മുടെ ക്യാമ്പിങ്ങിനൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഈ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞ് ഈ ഒരു രസമായിട്ടുള്ള ഒരു വ്യൂ അടിപൊളിയാണ്. ആക്ച്വലി നിങ്ങളും ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് കേട്ടോ. ആൻഡ് ഈ ക്ലൈമറ്റും അടിപൊളിയാണ്. നമ്മുടെ ടെൻറ്റ് എന്ന് പറയുന്നത് കുറച്ചങ്ങോട്ട് മാറിയിട്ടാണ്. അപ്പം നല്ലൊരു വ്യൂ ഒക്കെ കിട്ടുന്നുണ്ട്. സൂപ്പറാണിത്. എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യണം എല്ലാവരും. അപ്പം അടുത്തത് ഇനി നമ്മൾ ട്രക്കിങ്ങിനാണ് പോകുന്നത്. അപ്പം എന്തെങ്കിലും വാ, നിങ്ങൾ പോയോ. അപ്പോൾ ഞങ്ങളുടെ ട്രക്കിങ് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. കുറച്ച് നന്നായിട്ട് നടക്കാനുണ്ടല്ലോ, അറിയാമല്ലോ. അപ്പോൾ ഇനി വെള്ളം കുപ്പിയൊക്കെ ആയിട്ട് മഴ നനഞ്ഞു. എന്താ അവസ്ഥ ഒന്നും അറിയത്തില്ല, പോയി നോക്കാം. ഒരു 20 മിനിറ്റായിട്ട് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. സൺസെറ്റ് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. നമുക്ക് പോയി നോക്കാം. എന്തെങ്കിലും സൺസെറ്റ് കാണാനുള്ള ഒരു ആവേശത്തിൽ നടന്നുകൊണ്ടിരിക്കും. മഴ ചതിച്ചു ഗൈസ്, നമ്മൾ നല്ല രീതിക്ക് പെട്ടു. ഇനി സൺസെറ്റ് ഒക്കെ കണ്ടറിയണം. സൺസെറ്റ് പോയിട്ട് മേഘം പോലും കാണാൻ കിട്ടുന്ന എനിക്ക് തോന്നുന്നില്ല. എന്താവും ആർക്കറിയാം, മഴ നിന്നിട്ടുണ്ടേ. ഈ ക്യാമറ എടുക്കുന്നതാണെങ്കിൽ നനയെന്ന് പറഞ്ഞിട്ട് മരത്തിന്റെ അടിയിൽ നിന്ന് മാറുന്നില്ല. ഞാൻ പെട്ടു. പക്ഷെ മഴ മാറിയിട്ടില്ല, ക്ലൈമറ്റ് കിടിലായിരുന്നു. അവിടെ ശരിക്കും ഇപ്പോഴുള്ള ഓഫ് റോഡ് തുടങ്ങിയിരിക്കുക. അതിങ്ങനെ മഴ കയറി പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഇനി എന്താണ് ലാസ്റ്റ് നമുക്ക് കണ്ടറിയണം. മഴയൊക്കെ ഒന്ന് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. കുറച്ച് സമാധാനം ചെയ്തുകൊണ്ട് നടക്കാം. അതികഠിനമായിട്ടുള്ള വഴികളിലൂടെ സൺസെറ്റ് കാണണം എന്നുള്ള ഒറ്റ ലക്ഷ്യം ഞങ്ങൾ മുന്നേറുവാണ്. വാ.
അതിൻ്റെ മുകളിൽ എഴഞ്ഞു കയറേണ്ടി വരും. അതാണ് അവസ്ഥ. ഇനിയുണ്ടല്ലോ, ഒന്നുകിൽ നമ്മൾ ആ വഴി എങ്ങനെ അടിച്ച് അവിടെ എത്തണം, അതെന്നുണ്ടെങ്കിൽ ഇതിൽ നേരെ കുറച്ച് കഷ്ടപ്പെട്ട് അവിടെ വരെ എത്തണം. നമ്മൾ മലയാളികളായതുകൊണ്ടും അധികം കഷ്ടപ്പെടാൻ ഇഷ്ടമല്ലാത്തതായതുകൊണ്ടും ഞാൻ ഇതിനെ ചൂസ് ചെയ്തു. വയോ ഈ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നുമല്ല. കഠോരമായിട്ടുള്ള വഴികളാട്ടോ. ചത്തിലേക്ക് കൊള്ളായിരുന്നു. ഇപ്പൊ ഇനി നമ്മൾ ഷോർട്ട് കട്ട് പിടിക്കുന്നില്ല. കുറച്ച് അധികം കഠിനമായിരുന്നു. അതുകൊണ്ട് ഞാൻ ചിരിച്ചു. കുറച്ച് ടൈം എടുത്താണേലും കുറച്ച് കറങ്ങിപ്പോയി. ഇങ്ങനെ ട്രക്കിങ് ചെയ്ത് ചത്തുകുത്തി വന്നപ്പോൾ അതേ കുറെ പിള്ളേരുണ്ടായിരുന്നു കേട്ടോ. മലപ്പുറത്തു നിന്നൊക്കെയാണ് തോന്നുന്നു. ഭയങ്കര വൈബ് പിള്ളേരായിരുന്നു. എല്ലാവരും ഇങ്ങനെ ആടിപ്പാടി കുഴഞ്ഞ് കയറി പോകുന്നുണ്ടായിരുന്നു. നമ്മൾ അവരുടെ കൂടെ തന്നെ അടുത്തത് കയറി പോവാ. സോ നമ്മൾ രണ്ടാമത്തെ ഷോർട്ട് കട്ട് കയറി വന്ന് ഇനി കുറച്ചുകൂടെ ഉണ്ട് നോക്കണ്ടാവും. സോ ഗൈസ്, ഇത്ര നേരം നമ്മൾ തേയിലത്തോട്ടം താണ്ടി വന്നെങ്കിൽ ഇനി നമ്മൾ വുഡ്സാണ് കാണാൻ പോകുന്നത്. ഇവിടെ മറ്റേ സഖി നാലല്ലേ, അത് വേണ്ട. So finally we have reached our location and let's see what is waiting for us there. മലകളെ താണ്ടി കാടെല്ലാം താണ്ടി തോന്നുന്നുണ്ട്. അവിടെയാണ് എന്തൊക്കെയോ ഇരിക്കുന്നത്. ഓടിക്കോ. നമ്മുടെയൊക്കെ ഭയങ്കര ബിസി ഷെഡ്യൂളിൽ നിന്ന് കുറച്ച് സമയം മാറ്റി വെച്ച് ഇതുപോലൊക്കെ കഴിച്ചിട്ടുണ്ടാ നല്ലതായിരിക്കില്ലേ? സൂപ്പറാ. ഫൈനലി നമ്മളങ്ങനെ കഷ്ടപ്പാടുകൾക്ക് ശേഷം സെക്കൻഡ് വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുക. നല്ല രസമാണ് ഇവിടെ കാണാൻ. ഈ വിഷ്വൽസൊക്കെ നോക്കിയൊക്കെ. Music licensing reimagined.
സോ ഫൈനലി അവർ ഡേ 1 ഇസ് അബൌട്ട് ടു എൻഡ് ഹിയർ ബിക്കോസ് നമ്മളിപ്പോൾ DJയും അതുപോലെ തന്നെ ക്യാമ്പ് ഫയറും ഒക്കെ ആയിട്ട് ലാസ്റ്റ് നിമിഷമൊക്കെ അടിപൊളിയാക്കി. ഇനി സമാധാനമായിട്ട് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുക കേട്ടോ. ഇനി നാളെ ഇനിയും സൂപ്പറായിട്ടുള്ള വ്യൂ ആ കാത്തിരിക്കുന്നത് നിങ്ങളെ. മറ്റൊന്നല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കൊളുകുമലയിൽ നമ്മളുടെ സൺറൈസ്. അപ്പോൾ സൺറൈസ് ആണ് നമ്മൾ അതിരാവിലെ പോകുന്നതാണ്. സോ അത് കഴിഞ്ഞ് കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. സോ അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ആ ഒരു എൻറ്റയർ ജേർണി ഇവിടെ ഖത്തം ഹോനെ വാല ഹൈ. സോ യെസ്, ലെറ്റ്സ് വാച്ച്. സോ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ.